महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. ഇങ്ങനെ ആർഷ്ടിഷേണ മഹർഷിയുടെ ആ ഒരു ശാസനയെ അക്ഷരം പ്രതി അനുസരിച്ച് പാണ്ഡവന്മാർ അവിടെ ജീവിച്ചു പോന്നു. അവർ അവിടെ നിന്ന് ലഭിക്കുന്ന സ്വാദുള്ള കായ്കളും ശുദ്ധബാണങ്ങളാൽ എയ്ത മൃഗങ്ങളുടെ മാംസങ്ങളും ഹിമവത് പൃഷ്ഠഭാഗത്ത് ലഭിക്കുന്ന ശുദ്ധമായ തേനും ഒക്കെ ഭക്ഷിച്ച് പാണ്ഡവർ അങ്ങനെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഇങ്ങനെ അവിടെ അധിവസിക്കുന്ന സമയത്താണ് 5ാമത്തെ വർഷവും കഴിഞ്ഞത്. ലോമശന്റെ ഉപദേശങ്ങളും കഥകളും കേട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. അതേസമയം ഘടോത്കജനും കൂട്ടരും പറഞ്ഞു, ഇനി വേണ്ട സമയത്ത് ഞങ്ങൾ എത്തിക്കൊള്ളാം. അവിടെ ഘടോത്കജനാണ് പറയുന്നത്, വേണ്ട സമയത്ത് ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഘടോത്കജനും മറ്റ് രാക്ഷസന്മാരോടുകൂടി മുൻപേ തന്നെ പോയി കഴിഞ്ഞിരുന്നു. ഇങ്ങനെ അവിടെ വസിക്കുന്ന കാലത്ത് ദ്രൗപദി ഒരു ദിവസം ഭീമനെ പ്രകോപിപ്പിക്കുകയാണ്. എല്ലാവരും വളരെ ശാന്തരായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ ആ ശൈലാഗ്രത്തിൽ തനിക്ക് ഭീമന്റെ സഹായത്തോടെ ഒന്ന് പോയി നിൽക്കണമെന്നും അതിന് ഭീമന് സാധിക്കുമെന്നും ദ്രൗപദി ഭീമനെ ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പറയുന്നത്. എന്താണ് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത്? അങ്ങയുടെ അനുജനായ അർജുനൻ പണ്ട് ഗാണ്ഡവ വനം ദഹിപ്പിച്ച് ഒരുപാട് ശസ്ത്രങ്ങളൊക്കെ നേടിയതാണല്ലോ, ഗാണ്ഡീവം നേടിയത് അങ്ങനെയാണല്ലോ. അങ്ങേക്കും ശക്തിക്ക് ഒരു കുറവുമില്ല. എന്നിട്ടും എന്താണ് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്? അങ്ങയുടെ ആ ഒരു ശൗര്യം കണ്ടിട്ട് അവിടുത്തെ രാക്ഷസന്മാരൊക്കെ ഓടിപ്പോകട്ടെ എന്നൊക്കെ ദ്രൗപദി ഈ ഭീമനെ പ്രകോപിപ്പിക്കുകയാണ്. ദ്രൗപദി പറഞ്ഞത് കേട്ടപ്പോൾ ഒരു പ്രഹരമേറ്റതുപോലെ തോന്നി ഭീമന്. അങ്ങനെ പ്രഹരം പൊറുക്കാത്ത കാള പോലെ അടങ്ങാതായി ഉടനെ തന്നെ വില്ലും വാളും തൂണിയും ഏന്തി ഗർവിഷ്ഠനായ സിംഹത്തെ പോലെ അങ്ങനെ കൃഷ്ണയ്ക്ക് സന്തോഷം കൊടുക്കുമാറ് അവൻ ഗദ കയ്യിലെടുത്തു. ഭയവും കൂസലുമില്ലാതെ ആ ശൈലരാജനിൽ എത്തി. അങ്ങനെ ഒരു വഴി കണ്ടെത്തി പന പോലെ പൊങ്ങി നിൽക്കുന്ന ആ ശൃംഗത്തിലേക്ക് ആ മഹാബലൻ കയറിപ്പോയി. ആ മലയ്ക്ക് മുകളിൽ എത്തിയപ്പോൾ കുബേരന്റെ ആളുകളെയെല്ലാം വെല്ലുവിളിക്കുമാറ് ഭീമൻ ശംഖു വിളിച്ചു. രോമാഞ്ചം പൂണ്ട് അവർ ശബ്ദം കേട്ട ദിക്കിലേക്ക് പാഞ്ഞു കയറി. യക്ഷരാക്ഷസ ഗന്ധർവന്മാരെല്ലാവരും ചേർന്ന് പാണ്ഡവനായ ഭീമനോട് എതിർത്തു. ഇങ്ങനെ ഭീമന്റെ വെല്ലുവിളി കേട്ട് അവിടെ എത്തിയ ആ രാക്ഷസന്മാരും ഭീമനും തമ്മിൽ വലിയ പോരാട്ടം നടന്നു. എന്നാൽ ആർക്കും തന്നെ ഭീമനോട് എതിർത്ത് നിൽക്കുവാൻ സാധിക്കാതെയായി. അങ്ങനെ മുൻപ് സൗഗന്ധിക വനത്തിൽ പോയപ്പോൾ എന്താണോ സംഭവിച്ചത് അതേപോലെ തന്നെ ഒരുപാട് രാക്ഷസന്മാരും യക്ഷന്മാരും മരിച്ചു വീണു. കുറെ പേർ ഓടിപ്പോയി. ഇങ്ങനെ ഓടി വരുന്ന രാക്ഷസന്മാരെ കണ്ട് കുബേരന്റെ തോഴനായ മണിമാൻ അവരെ കളിയാക്കി. അതേസമയം അവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ പോയിട്ട് അവനോട് എതിർക്കാം എന്ന് പറഞ്ഞ് മണിമാൻ അവിടെ എത്തി. ഗംഭീരമായ ഒരു യുദ്ധത്തിനൊടുവിൽ ഭീമൻ ആ മണിമാനെയും വധിച്ചു. ഇങ്ങനെ എല്ലാ വിശേഷങ്ങളും അവർ കുബേരനെ പോയി അറിയിച്ചു. കുബേരൻ ആകെ ദേഷ്യം കൊണ്ട് വിറച്ചു. കാരണം ഒരു ഭാഗത്ത് നിന്ന് വന്ന് സൗഗന്ധിക വനത്തിലാകെ പ്രശ്നമുണ്ടാക്കിയ ആളാണ് ഭീമൻ. അത് താൻ ക്ഷമിച്ചു. പക്ഷേ വീണ്ടും മറ്റൊരു ഭാഗത്തുകൂടെ വന്ന് തന്റെ ആവാസ കേന്ദ്രത്തെ ആക്രമിച്ചത് എനിക്ക് പൊറുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുബേരൻ തന്റെ പുഷ്പക വിമാനത്തിലേറി അങ്ങോട്ടേക്ക് കുതിച്ചു പാഞ്ഞു. ഇത്തവണയും ഭീമൻ അവിടെ നിന്ന് മാറിയത് ആരും ശ്രദ്ധിച്ചില്ലായിരുന്നു. അതേസമയം ആ ഗിരിഗുഹകളിൽ പലവിധ ശബ്ദങ്ങൾ മാറ്റൊലി കൊണ്ടതും ഭീമസേനനെ അവിടെയെങ്ങും കാണാത്തതും യുധിഷ്ഠിരന് ആശങ്കയായി. അപ്പോൾ യുധിഷ്ഠിരൻ ഉറപ്പിച്ചു ഭീമൻ അവിടേക്ക് പോയിരിക്കാം. അങ്ങനെ ദ്രൗപദിയെ മഹർഷിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പാണ്ഡവന്മാർ ആയുധങ്ങൾ ധരിച്ച്
ഭീമനെ തിരഞ്ഞ് ഉടനെ മല കയറി. ആ പർവ്വതാഗ്രത്തിൽ ചെന്നപ്പോൾ ഭീമനെയും ഭീമന് ചുറ്റും ചത്തുകിടക്കുന്ന മഹാകായന്മാരായ രാക്ഷസന്മാരെയും അവർ കണ്ടു. അതേസമയം അവിടെ കുബേര ഭവനത്തെയും കണ്ടു. യുധിഷ്ഠിരൻ ഭീമനോട് ചോദിച്ചു, ഭീമ, നീ എന്തൊരു പാപമാണ് ചെയ്തത്? ഇതെന്തൊരു സാഹസമാണ്? നിനക്കിതെന്താണ് ഇങ്ങനെ ഒരു മോഹമുണ്ടാകാൻ? നീ പാപം ചെയ്തു പോയി. നീ ഇപ്പോൾ ചെയ്തത് ദേവദ്രോഹമാണ്. അധർമ്മങ്ങൾ ചിന്തിക്കാതെ പാപത്തിൽ മനസ്സു വെക്കുന്നവൻ പാപകർമ്മത്തിന്റെ ഫലം തീർച്ചയായും അനുഭവിക്കും. എന്റെ പ്രിയം നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇനിമേൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇങ്ങനെയൊക്കെ യുധിഷ്ഠിരൻ പറഞ്ഞത് കേട്ട് ഭീമൻ അക്കാര്യത്തെ ചിന്തിച്ച് ഒരക്ഷരം പോലും ഉരിയാടാതെ മിണ്ടാതെയിരുന്നു. ഇങ്ങനെയൊക്കെ ഭീമനെ ആശ്വസിപ്പിച്ച് യുധിഷ്ഠിരൻ നിൽക്കുന്ന സമയത്താണ് കുബേരൻ അങ്ങോട്ടേക്ക് എഴുന്നള്ളിയത്. അപ്പോൾ ആരെ കാണാനാണോ തങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്, ആ കുബേരൻ തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് പാണ്ഡവന്മാർ രോമാഞ്ചം പൂണ്ടു നിന്നു. കുബേരൻ വില്ലും അമ്പും ധരിച്ചു നിൽക്കുന്ന പാണ്ഡുപുത്രന്മാരെ കണ്ടപ്പോൾ പെട്ടെന്ന് പ്രീതനാവുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് പുറപ്പെട്ടത് ക്രോധത്തോടെയാണെങ്കിലും ഇവിടെ പാണ്ഡവരെ കണ്ടപ്പോൾ കുബേരന്റെ മനസ്സ് മാറി. അങ്ങനെ കുബേരന്റെ മനസ്സ് മാറാൻ ഒരു കാരണമുണ്ട്. അതിനെക്കുറിച്ച് കുബേരൻ തന്നെ പറയുന്നു. മഹാന്മാരായ പാണ്ഡവന്മാർ കുബേരനെ കൈകൂപ്പി നിന്നു. എല്ലാവരും അപരാധികളെ പോലെ ആ കുബേരന്റെ മുൻപിൽ നിൽപ്പായി. ധർമ്മപുത്രനും നകുലനും സഹദേവനും കുബേരനെ തൊഴുതു നിന്നപ്പോഴും ഭീമന് ഒരു കൂസലും ഉണ്ടായില്ല. എന്നാൽ ഭീമനെ നോക്കി കുബേരൻ യുധിഷ്ഠിരനോട് പറയുകയാണ്, ഭവാൻ സർവലോകർക്കും ഹിതകാരിയാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങ് നിർഭയനായി അങ്ങയുടെ സഹോദരന്മാരോട് കൂടി ഈ പർവ്വതാഗ്രത്തിൽ പാർത്തുകൊള്ളുക. ഭീമസേനന്റെ പ്രവൃത്തിയിൽ ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. മരണമടഞ്ഞവർ അവരുടെ കാലമെത്തി കൊല്ലപ്പെട്ടവരാണ്. നിന്റെ സോദരൻ ഒരു നിമിത്തം മാത്രമാണ്. സാഹസം ചെയ്തു പോയല്ലോ എന്നോർത്ത് ലജ്ജിക്കുകയും വേണ്ട. യക്ഷരാക്ഷസന്മാരുടെ നാശം ദേവകൾ മുൻപേ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ഭീമനോട് കോപമില്ലെന്ന് മാത്രമല്ല, ഞാൻ അവനിൽ പ്രീതനാവുകയും ചെയ്തിരിക്കുന്നു. ഭീമന്റെ കർമ്മം കണ്ടിട്ട് എനിക്ക് പണ്ടേ തന്നെ തുഷ്ടി ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം കുബേരൻ ഭീമനോട് പറഞ്ഞു, ഭീമ, കൃഷ്ണയ്ക്കു വേണ്ടി നീ ഈ കടുങ്കൈ ചെയ്തതിൽ ഞാൻ നിന്നോട് കോപിക്കുന്നില്ല. എന്നെയും ദേവന്മാരെയും അനാദരിച്ച് നീ യക്ഷരാക്ഷസന്മാരെ നിഗ്രഹിച്ചതിൽ ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു. കാരണം ഒരു ഘോര ശാപത്തിൽ നിന്ന് ഞാനിപ്പോൾ വിമുക്തനാവുകയാണ് ഉണ്ടായത്. മുൻപ് അഗസ്ത്യ മഹർഷി ഞാൻ ചെയ്ത ഒരു അപരാധത്താൽ ക്രുദ്ധനായി എന്നെ ശപിക്കുകയുണ്ടായി. അതിന്റെ ഫലമാണ് ഇന്നലത്തെ അനുഭവം. എനിക്കിപ്രകാരം ഒരു നാശം സംഭവിക്കുമെന്ന് ഞാൻ മുൻപേ കണ്ടിട്ടുള്ളതാണ്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് അതിശയമായി. അതെന്തായിരുന്നു ആ ശാപം എന്ന് ചോദിച്ചപ്പോൾ കുബേരൻ പറഞ്ഞു, പണ്ട് കുശവതിയിൽ വെച്ച് ഏതോ ഒരു കാര്യത്തെപ്പറ്റി ദേവന്മാർ തമ്മിൽ ഒരു ആലോചനയുണ്ടായി. എന്നെ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോടുകൂടി പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന സമയത്ത് മാർഗമധ്യത്തിൽ അഗസ്ത്യ മഹർഷിയെ കണ്ടു. അന്ന് പുഷ്പക വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ഞങ്ങൾ അഗസ്ത്യ മഹർഷിയെ കണ്ടു. അതേസമയം എൻ്റെ സഖാവും രാക്ഷസാധിപതിയുമായ ഇപ്പോൾ കൊല്ലപ്പെട്ട മണിമാൻ അവന്റെ വിഡ്ഢിത്തം കൊണ്ടും അജ്ഞാനം കൊണ്ടും അഹങ്കാരം കൊണ്ടും ആകാശത്ത് നിന്ന് അഗസ്ത്യ മഹർഷിയുടെ ശിരസിൽ തുപ്പി. ഇതിൽ ക്രുദ്ധനായ അഗസ്ത്യ മഹർഷി കുബേരനെ നോക്കി ശപിച്ചു, എടോ ധനേശ്വര, നിന്റെ സഖാവായ ഈ ദുഷ്ടൻ എന്നെ അവഗണിച്ച് നീ കാണുകെ എന്നെ അപമാനിക്കുകയാൽ നിന്റെ സൈന്യത്തോടുകൂടി ഇവൻ ഒരു മനുഷ്യനാൽ സംഹരിക്കപ്പെടും. സൈന്യനാശത്താൽ ദുർമതിയായ നീ ദുഃഖിക്കുകയും ചെയ്യും. എന്നാൽ ഏതൊരു മനുഷ്യനാണോ ഇവരെയെല്ലാം കൊല്ലുന്നത്, ആ മനുഷ്യനെ നീ നേരിട്ട് കാണുമ്പോൾ ഈ പാപത്തിൽ നിന്ന് നിനക്ക് മോചനം സിദ്ധിക്കും. അതേസമയം ഈ ദുഷ്ടന്റെ, അതായത് മണിമാന്റെ ആജ്ഞയിൽ നിൽക്കുന്ന യക്ഷരാക്ഷസന്മാർക്കല്ലാതെ നിന്റെ ആജ്ഞാനുവർത്തികളായ മറ്റു ഭടന്മാർക്കോ പുത്രപൗത്രന്മാർക്കോ ഈ ശാപം ബാധിക്കുകയില്ല. ഇങ്ങനെ ഒരു ശാപം എനിക്കുണ്ടായിരുന്നു രാജാവേ. എന്നാൽ ഇപ്പോൾ നിന്റെ സഹോദരനായ ഭീമൻ ആ ശാപത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ജീവിതത്തിൽ അവിചാരിതമായിട്ട് സംഭവിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്നതിന് പോലും ഒരു കാരണമുണ്ട്.
ആ പ്രകൃതി മുന്നേ നിശ്ചയിച്ച ഒരു കാരണമുണ്ട് എന്നാണ് ഇത്തരം സന്ദർഭങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് കുബേരൻ പറഞ്ഞു, ഭീമ, നീ ശത്രുക്കൾക്ക് മാനം കെടുത്തുന്നവനായും ശത്രുക്കളുടെ മാനം കെടുത്തുന്നവനായും സുഹൃത്തുക്കൾക്ക് നന്ദി വർദ്ധിക്കുന്നവനായും ഭവിക്കട്ടെ. ശത്രുനാശനന്മാരായ നിങ്ങൾ ഇവിടെ തന്നെ രമണീയമായ ഗൃഹങ്ങളിൽ പാർത്തുകൊള്ളുക. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അപ്പപ്പോൾ യക്ഷന്മാർ തന്നുകൊള്ളും. ഉടനെ തന്നെ അസ്ത്രം നേടിയിട്ട്, എല്ലാ അസ്ത്രങ്ങളും നേടിയിട്ട് ഇന്ദ്രന്റെ അനുജ്ഞയോടുകൂടി അർജുനൻ ഇവിടെ എത്തുന്നതാണ്. ഇങ്ങനെ യുധിഷ്ഠിരനോട് പറഞ്ഞിട്ട് ആ ശ്വേതപർവ്വതത്തിൽ നിന്ന് കുബേരൻ അന്തർധാനം ചെയ്ത് തിരിച്ച് തന്റെ ആലയത്തിലേക്ക് തിരിച്ചുപോയി. ഇങ്ങനെ അർജുനന്റെ വരവ് കാത്തുകൊണ്ട് തന്നെ ഇരിക്കുന്ന ആ പാണ്ഡവന്മാർ പെട്ടെന്ന് ആകാശത്തിൽ വിദ്യുത് പ്രഭ പോലെയുള്ള മഹേന്ദ്രരഥം അശ്വങ്ങൾ വലിച്ച് പറന്നു വരുന്നത് കണ്ട് ഹർഷപുളകിതരായി. ആ രഥം മാതലിയുടെ സാരഥ്യത്തിൽ ആകാശത്തെ പ്രശോഭിച്ച് പറന്നു വന്ന് ആ പർവ്വതത്തിൽ ഇറങ്ങി. ധനഞ്ജയൻ ഇന്ദ്രരഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് കണ്ട് യുധിഷ്ഠിരനും മറ്റുള്ളവർക്കും അകമഴിഞ്ഞ ആനന്ദമുണ്ടായി. ആ പർവ്വതത്തിൽ എത്തിയ ഉടനെ അർജുനൻ തേരിൽ നിന്ന് താഴെ ഇറങ്ങി. പിന്നീട് ധൗമ്യനെയും യുധിഷ്ഠിരനെയും ഭീമനെയും കാൽ തൊട്ട് വന്ദിച്ചു. നകുല സഹദേവന്മാർ ചെയ്ത അഭിവാദനത്തെ സ്വീകരിച്ചു. പാഞ്ചാലിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ജ്യേഷ്ഠഭ്രാതാവിന്റെ സമീപത്ത് വിനയാൻവിതം ഒതുങ്ങി നിന്നു. അതേസമയം ദേവേന്ദ്രൻ കയറി ചെന്നിട്ടുള്ള ആ ദിവ്യരഥം തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് കണ്ട് പാണ്ഡവന്മാർ ആ ഇന്ദ്രരഥത്തെ സസന്തോഷം പ്രദക്ഷിണം ചെയ്തു. മാതലിയെ അവർ ഇന്ദ്രനെ എന്ന പോലെ തന്നെ സത്കരിച്ചു. ഇങ്ങനെ ആ രാത്രി കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പ്രഭാതത്തിൽ അവർ ആകാശത്ത് അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. സൂര്യപ്രഭങ്ങളായ വിമാനങ്ങളിൽ കയറി മഹത്തായ ശ്രീജ്വലിക്കുന്ന ദേവരാജാവായ ഇന്ദ്രൻ പാണ്ഡവന്മാരെ സന്ദർശിക്കുവാൻ വരുന്ന ഘോഷമായിരുന്നു അവർ കണ്ടത്. സൂര്യകാന്തി വിമാനത്തിൽ കയറി വരുന്ന ഇന്ദ്രനെ ഗന്ധർവ അപ്സരോവർഗമൊക്കെ പിന്തുടർന്നു. അങ്ങനെ എല്ലാവരും ഇന്ദ്രനെ കുമ്പിട്ടു. ഭൃത്യനെ പോലെ അരികെ വണങ്ങി നിന്നു. ഇന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് പിന്നീട് യുധിഷ്ഠിരനോടായി പറഞ്ഞു, ഹേ കൗന്ദേയ, നീ ഈ ഭൂമി മുഴുവൻ ഭരിക്കുമാറാകും. നിനക്ക് നന്മ ഭവിക്കട്ടെ. നിങ്ങൾ വീണ്ടും കാമ്യകത്തിലേക്ക് പൊയ്ക്കൊള്ളുക. വിശുദ്ധനായ അർജുനൻ എന്നിൽ നിന്ന് എല്ലാ അസ്ത്രങ്ങളും നേടിയിട്ടുണ്ട്. അവൻ എനിക്ക് വലിയ പ്രിയം ഉളവാക്കിയിരിക്കുന്നു. അവനെ ജയിക്കുവാൻ ഇനി ഈ 3 ലോകത്തിലും ആരും ഇല്ല തന്നെ. ഇങ്ങനെ ധർമ്മരാജാവിനോട് പറഞ്ഞ് എല്ലാവരെയും ആശ്വസിപ്പിച്ച് മഹർഷിമാരാൽ വാഴ്ത്തപ്പെടുന്ന ആ ദേവേന്ദ്രൻ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. എല്ലാവിധത്തിലും അത്യന്തം സന്തുഷ്ടരായ പാണ്ഡവന്മാർ കൃഷ്ണയോടും ആ ബ്രാഹ്മണരോടും കുറച്ചുനാൾ കൂടി ആ പർവ്വതാഗ്രത്തിൽ സുഖമായി ജീവിച്ചു. മഹാഭാരതം